ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെയാണ് പീനട്ട് ബട്ടർ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. പീനട്ട് ബട്ടർ നമുക്ക് ജാമിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ്, ബ്രെഡിലും അതുപോലെ ചപ്പാത്തിയിലൊക്കെ തേച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയാണ്. പിന്നെ ഇതിൽ ഓയിലും ഷുഗറും ആഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. നല്ല പ്രോട്ടീൻ റിച്ചാണ്. നമുക്ക് വളരെ സിമ്പിളാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട നമുക്ക് കപ്പലണ്ടി തൊലി കളഞ്ഞത്, റോസ്റ്റ് ചെയ്തതല്ലെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യാത്തതാണ് മേടിച്ചിട്ടുള്ളത്, അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് റോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കല്ലുപ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. റോസ്റ്റഡ് പീനട്ട് ആണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് നേരിട്ട് ജാറിലിട്ട് അരയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇതിനെ ചട്ടിയിലിട്ട് ആക്കി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോസ്റ്റ് ആവില്ല, കരിഞ്ഞു പോകും. അപ്പോൾ കല്ലുപ്പിലിട്ടിട്ടാണ് ഇളക്കുന്നത്. കല്ലുപ്പോ പൊടിപ്പൊക്കെ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പീനട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ കടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ നല്ല റോസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് കല്ലുപ്പിൽ നിന്ന് പീനട്ട് എടുത്തെടുക്കാം. പിന്നെന്താ, ഇത് കല്ലുപ്പിട്ടുകൊണ്ട് കുറച്ച് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടി, അരിപ്പയിൽ വരുന്നായിരുന്നില്ല. പൊടിപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പീനട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. കപ്പലണ്ടി എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. ജാറിലിട്ട് അരയ്ക്കുമ്പോൾ നോർമൽ ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് മേടിക്കുന്ന പീനട്ടാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കല്ലുപ്പിലിട്ട് റോസ്റ്റ് ചെയ്തതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ഇടാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രൈൻഡർ ജാറിലിടാം, നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളത് അരച്ച് നോക്കുമ്പോൾ അതൊരു ഡ്രൈ പൗഡർ പോലെ തോന്നുന്നുണ്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഓയിൽ ഒഴിക്കാൻ തോന്നും, പക്ഷേ ഒന്നും ഒഴിക്കണ്ട. ഇത് വീണ്ടും അരയ്ക്കുന്നതും അതിലുള്ള ഈ കപ്പലണ്ടിയിലുള്ള ഓയിലൊക്കെ ഇറങ്ങും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. കുറച്ച് നേരം അരയ്ക്കേണ്ടി വരുന്നു മാത്രം. നിർത്തി അരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, കാരണം ജാറൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ചൂടാവും. അരയും തോറും അതിലുള്ള ഓയിലൊക്കെ ഇറങ്ങി നല്ല ഒരു ഫോമായി വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഷുഗറിനൊന്നും ആവശ്യമില്ല, അതിൽ നല്ല ടേസ്റ്റിയാണ്. ബ്രെഡിലൊക്കെ തേച്ച് കൊടുത്ത് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ജാമിലൊക്കെ നല്ല ഷുഗറും അതുപോലെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പീനട്ട് ബട്ടറിലൊക്കെ ഒരു പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും തരുന്നുണ്ടാവും. അപ്പോൾ അതിൽ നല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഏകദേശം രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എനിക്കിതൊരു റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടാൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ കേട്ടോ, ലൈക്ക് ചെയ്യാം. നമുക്ക് ഇതേപോലെ പുതിയ വീഡിയോസ് ഞാൻ വീണ്ടും ഇറക്കാം. അപ്പോൾ ഞാനത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനായിട്ട് എയർ ടൈറ്റാക്കി വയ്ക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.